ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇത് സാറ്റർഡേ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. 3 കിലോ റെഡ് വെൽവെറ്റും അതുപോലെ തന്നെ 2 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കും കേട്ടോ നമുക്ക് സൺഡേ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ 1.5 കിലോ ബാറ്റർ ആദ്യം ഉണ്ടാക്കിയിട്ട് 9 ഇഞ്ചിൻ്റെ പാനിലും അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ പാനിലും അങ്ങനെ 2 തവണ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു തവണ 1.5 കിലോ ബേക്ക് ചെയ്തു, പിന്നെ വീണ്ടും സെയിം പാന് യൂസ് ചെയ്തിട്ട് രണ്ടാമത്തതും ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ ഇപ്പോൾ ഞാനത് ആദ്യത്തേത് ഒന്ന് ചെറുത് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ കേക്ക് ഇതാ ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പുറമേക്ക് നമുക്ക് ഡെക്കറേഷൻ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അതിൻ്റെ മോഡലൊക്കെ നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കേക്കും നമുക്ക് 4 ലെയർ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടും. ഇങ്ങനെ 2 തവണ ബേക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടും. 2 kg ബേസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റെഡ് വെൽവെറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേക്ക് വേറെ കളറാണെന്നുണ്ടെങ്കിൽ അധികം റെഡും ബ്ലാക്കും ഒക്കെ ചിലപ്പം പുറമേക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്നാമത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യണുള്ളൂ. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ കേക്ക് എടുക്കാം. അപ്പോൾ ഇത് മുകളിൽ വെക്കേണ്ട ടയറാണ് കേട്ടോ. അപ്പോൾ അത് വൈറ്റ് ക്രീമിൽ തന്നെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് താഴെയാണ് കളർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു സ്ക്രേപ്പ് ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ ക്രീമെല്ലാം എല്ലോടും ഫില്ലാക്കിയാലേ നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ക്രംസ് പുറത്ത് കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ടോൾ കേക്കെല്ലാം ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയുന്നവരുണ്ടായിരിക്കും. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ വലിയ സ്ക്രേപ്പർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് വെച്ചിട്ട് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് വേണം അതൊന്ന് വലിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ മുകളിൽ പിന്നെ ക്രീം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലത്തെ സ്ക്രേപ്പർ എല്ലാവരും കയ്യിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. 1-2 വട്ടം ചുറ്റിച്ചെടുക്കുമ്പോൾ ഫുള്ള് ലൈനുകൾ അവിടെ കാണും. ഇനി നമുക്ക് കേക്കിൻ്റെ താഴത്തെ ടയർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് റോസറ്റാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ ഫൈനൽ കോട്ട് വേറെ ചെയ്യണില്ല കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ പിന്നെ ഒരുപാട് ക്രീം കേക്കിൽ കാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുക്കാറുള്ളൂ. അതിൻ്റെ മുകളിൽ ഇതുപോലെ റോസറ്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഈ ഒരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുള്ളത് റെഡ്, യെല്ലോ അതുപോലെ തന്നെ ഗ്രീന്, ഈ 3 കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗോൾഡൻ കളർ ഡ്രസ്സാണ് കുട്ടീൻ്റെത്. അപ്പോൾ നമുക്ക് അവർ അയച്ചു തന്നപ്പം സത്യത്തിൽ ഈ ഒരു കളർ ഡയറക്റ്റ് ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ആ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു 3 കളറാണ് കൊടുത്താൽ ഗോൾഡൻ കളർ കിട്ടുക എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്രീന് വളരെ കുറച്ച് മതി കേട്ടോ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ ജെൽ കളറാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ ഇങ്ങനെ നമ്മൾ ക്രീമിൽക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒന്ന് തെറിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഉറ്റിക്കാൻ നിൽക്കേണ്ട. അത്രയും ചെറിയ ഡ്രോപ്സ് ഗ്രീനിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ക്രീമിൽക്ക് ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് യോജിപ്പിച്ച് നോക്കുക, അങ്ങനെ ഈ ഒരു കളർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഇത് 1.5 കിലോൻ്റെ കേക്ക് ആ ഒരു സൈസാണല്ലോ താഴെ വരുന്നത്. അപ്പോൾ 1 കപ്പ് എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് 2 റോസറ്റ 2 ലൈന് വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്രീം കഴിഞ്ഞു കേട്ടോ. പക്ഷേ മൂന്നാമത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ സെയിം ആ ഒരു കളർ കിട്ടണം എന്നില്ല. അപ്പോൾ അത് ചെറിയൊരു വ്യത്യാസം ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെയ്ഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അതവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സാറ്റർഡേ നൈറ്റിലാണ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാലത്ത് സൺഡേ മോർണിംഗ് കൊടുക്കാനുള്ളതാണ്, ഒരു 10 o'clock കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ റോസറ്റ വരയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്രീം വേണം കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ അത്ര കണ്ട് ഓർത്തില്ല, 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തികഞ്ഞില്ല. അപ്പോൾ വീണ്ടും ഞാൻ ക്രീം 1/2 കപ്പും കൂടി ബീറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ട് കളറായിട്ടാണ് ഇരിക്കുന്നത്. 2 ലൈന് ഒരു കളറും മുകളിലത്തെ വേറെ കളറാണ് കേട്ടോ. ഇനി നമ്മളിത് പിറ്റത്തെ ദിവസം സ്റ്റാക്ക് ചെയ്ത് വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ പിറ്റത്തെ ദിവസം മോർണിംഗ് ഇതാ സൺഡേ ആണ്. സൺഡേ മോർണിംഗ് ബീഫായിരുന്നു കേട്ടോ കറി വെക്കുന്നത്. അന്ന് നബിദിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടും, നെയ്ച്ചോറ് കിട്ടും. പിന്നെ കറി മാത്രം വെച്ചാൽ മതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും ഉള്ളം കൂടെ 2ഉം കൂടെ ഉള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതാ ഫസ്റ്റ് ഇപ്പോൾ പാലാണ് കുടിക്കാറുള്ളത് രാവിലെ എഴുന്നേറ്റ് വന്നാൽ. അപ്പോൾ ഈ പാലിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ള പൗഡർ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് ആരി സ്പെഷ്യലായിട്ട് കൊച്ചിയിൽ നിന്ന് തന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ബദാം ഡ്രിങ്ക്, ഈ ഒരു പൗഡർ നമുക്ക് ഇതിൽ കിട്ടാൽ ഇതിൽ എന്താ പറയുക, കുങ്കുമം അതുപോലെ തന്നെ ബദാമിൻ്റെ പീസസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണിത്.
അപ്പോൾ ഇത് അവിടെ നിന്ന് നമ്മൾ തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പൗഡർ ഇതിലേക്ക് ഇടുമ്പോൾ നമുക്ക് അത്രക്ക് അവിടെ നിന്ന് കുടിച്ച ആ ഒരു ടേസ്റ്റ് ഇല്ല. അത് നല്ല തണുപ്പിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ചൂട് പാലിലിട്ടിട്ട് ഇങ്ങനെ ഞാനും മക്കളും ഇങ്ങനെ ഇട്ടപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആരോഗ്യം നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ബീഫെല്ലാം അവിടെ കുക്കറിൽ വെച്ചതിന് ശേഷം ഞാനിതാ വീണ്ടും നമ്മൾ കേക്കിൻ്റെ പണിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഫോം ഷീറ്റ് വാങ്ങിയിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 1 എന്നുള്ളതും ഞാൻ ഇതിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്പേഴ്സും സ്റ്റാറും എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനത്തെ ഓരോ പീസൊക്കെ വാങ്ങണമെങ്കിൽ ശരിക്കും 10 രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് 10 രൂപക്ക് തന്നെ കിട്ടുക. അപ്പോൾ നമ്മൾക്കത് വാങ്ങിയിട്ട് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക കേട്ടോ, നമുക്ക് ലാഭം. താഴത്തെ കേക്കിലും ഞാൻ 4 സ്ക്യൂർ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ വലിയ സ്ക്യൂറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ മദ്രസയിൽ നിന്ന് ജാഥ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താണ്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. ഇനി നമ്മളെ കേക്ക് ഫോട്ടോഷൂട്ട് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവട്ടെ, 2 റോസറ്റാൻ്റെ 2 ലൈൻ ഒരു കളറും മുകളിലത്തെ ഒരു ലൈൻ കുറച്ച് ഡാർക്കായി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ കേക്കിൻ്റെ നടുവിലായിട്ട് ഒരു റിബൺ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ റിബണൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പേര് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1 ഇതൊക്കെ ആ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, 2 kg ആണ്. ഇത് വന്നിട്ട് വൈകിട്ട് 4 മണിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റേ കേക്ക് കൊണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, പക്ഷെ അതിൻ്റെ മുകളിൽ വരക്കാനായിട്ടൊരു ലോഗോ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വരക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഫിനിഷിങ് ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിൽ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്കിലും നമ്മൾ റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അധികം സ്ക്വയർ കേക്കിലൊക്കെ നമുക്ക് ബോർഡർ വരക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ ലോഗോ ഒക്കെ വരക്കാനുള്ളതുകൊണ്ട് ഞാൻ അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിലും ഈ ഒരു നോസിലുണ്ടാവും. ഈ ഒരു നോസിൽ വെച്ചിട്ട് ആരും ഇതുവരെ കേക്ക് ചെയ്യാത്തവരുണ്ടായിരിക്കില്ല. കാരണം എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു നോസിലായിരിക്കും ഇത് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് ഈ ഒരു നൂർ N1 നോസിൽ. ഇതുപോലെ തന്നെ നമുക്ക് നൂർ N2, അതുപോലെ തന്നെ പിന്നെ M1ഉം M2ഉം ഈ ഒരു സെയിം ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. 2 കമ്പനിയാണെന്നുള്ളൂ. അപ്പോൾ ഇതാ ഇതിലെടുത്തിട്ടുള്ള കളറ് ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ യെല്ലോ 2 കളറും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇത് റോസറ്റ വരച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള ക്രീം ഞാൻ ഇതുപോലെ എടുത്തിട്ട് പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഒരു ലീഫ് വരക്കണ പോലെ അങ്ങോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ 4 സൈഡിലും ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സൈഡിലൊന്നും ഒത്തിരി ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് ഈ ഒരു ലീഫ് വരച്ച ഇവിടെയൊക്കെ വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ മോഡലുകൾ, ഫോട്ടോസ്, വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഞാനിവിടെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.